ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ നമ്മുടെ പുതിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് പ്ലാന്റ് ഈ പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിന് നമ്മൾ 30 റുപ്പീസിനാണ് കൊടുക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റിയാണ്. നല്ല പർപ്പിൾ കളറൊക്കെ വരുന്നത്. സെക്കൻഡ് നമ്മുടെ ഈ ഒരു സിൽവർ പിങ്ക് ഷെയ്ഡ് വരുന്ന എപ്പിഷിയാണ്. ഇത് നമ്മൾ ഒരു പ്ലാന്റിന് 40 റുപ്പീസിനാണ് കൊടുക്കുന്നത്. നല്ല റേറ്റുള്ള പ്ലാന്റാണ്. റെഡ് ഫ്ലവർ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ലീവ്സിന് ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്റാണത്. അടുത്തത് നമ്മുടെ നോർമൽ സ്നേക്ക് പ്ലാന്റാണ്. ഇതിനൊരു സിംഗിൾ ഷൂട്ടിന് 25 റുപ്പീസിനാണ് കൊടുക്കുന്നത്. നമ്മുടെ അത്യാവശ്യം എല്ലാവരുടെ അടുത്തും കാണുന്നൊരു കോമൺ ആയിട്ടുള്ള കാണുന്ന കളറാണ് യെല്ലോയും ഗ്രീനും വരുന്നത്. അടുത്തത് നമ്മുടെ ഗ്രീൻ കളർ സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതും ഒരു ഷൂട്ടിന്, ഒരു സിംഗിൾ ഷൂട്ടിന് 20 റുപ്പീസിനാണ് കൊടുക്കുന്നത്. നമ്മൾ നല്ല സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അടുത്തത് നമ്മുടെ ലോട്ടസ് ലീഫ് പോലെ വരുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ വരുന്ന ഫ്ലവർ പോലെ നിൽക്കുന്ന ഗ്രീൻ കളർ വരുന്ന സാൻസവേരിയാണ്. ഇത് ഒരു സിംഗിൾ ഷൂട്ടിന് 40 റുപ്പീസാണ് റേറ്റ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച്, ഒരു സിൽവർ സ്ട്രൈപ്പ് കൂടി വരുന്നതാണ്. ഇതും 40 റുപ്പീസിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത നല്ല വൈഡായിട്ടുള്ള ഫിഷ് ഫിൻ എന്നൊക്കെ പറയുന്ന ടൈപ്പിലുള്ള ലീഫ് വരുന്ന സാൻസവേരിയാണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. നല്ല വലിയ ലീവ്സൊക്കെ വരുന്ന, വൈഡായിട്ട് ലീവ്സ് വരുന്ന ഒരു പ്ലാന്റിന്, ഇത് ഒരു നല്ല ലെങ്തുള്ള അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ്. ഒരു പ്ലാന്റിന് 50 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് ഈ പ്ലാന്റാണ് നമ്മുടെ. ഇതും ഒരു പ്ലാന്റിന് നമ്മൾ 40 റുപ്പീസിനാണ് കൊടുക്കുന്നത്. അടുത്തത് നമ്മുടെ റിബൺ ഗ്രാസ് ആണ്. ഈ റിബൺ ഗ്രാസ് നമ്മൾ ഒരു പ്ലാന്റിന്, അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും, ഒരു പ്ലാന്റിന് 30 റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അടുത്ത ബ്രോക്കൺ ഹാർട്ടിൻ്റെ ഫിലോഡെൻഡ്രോണിൻ്റെ അഡൻസോണിയാണ്. ഇതും 30 റുപ്പീസിനാണ് ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അടുത്തത് ഈ ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ്. ഇതും നമ്മൾ 30 റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അലോക്കേഷനാണ്. അത്യാവശ്യം ഒരു ഷെയ്ഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റാണത്. അടുത്തത് നമ്മുടെ ജാപ്പോണിക്ക പ്ലാന്റാണ്. ഒരു വാട്ടർ പ്ലാന്റാണ്. അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ജാപ്പോണിക്ക പ്ലാന്റിന് നമ്മൾ 50 റുപ്പീസിനാണ് ഒരു സിംഗിൾ ഷൂട്ട് കൊടുക്കുന്നത്. നല്ല റേറ്റുള്ള പ്ലാന്റാണ് ജാപ്പോണിക്ക. ഡ്രസീന പ്ലാന്റാണ്. ഇത് 30 റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല ബർഗണ്ടി ഷെയ്ഡ് കയറി വരുന്ന പ്ലാന്റാണ്. ഇതൊരു കുഞ്ഞു പ്ലാന്റാണ്. അതേപോലെ തണലത്ത് നിന്നോട്ടാണ് ഇത്രയും ഷെയ്ഡ് കുറവ്. നമ്മൾ നല്ല ഇതൊരു എന്താ പറയുക, നല്ല അത്യാവശ്യം വെയിലത്തൊക്കെ കൊള്ളുമ്പോഴത്തേക്കും നല്ല കളറ് കയറി വരുന്ന പ്ലാന്റാണ്. ഈ ഒരു സൈസാണ് പ്ലാന്റിൻ്റെ. ഇത് 30 റുപ്പീസാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് 30 റുപ്പീസിന് അവൈലബിൾ ആണ്. ഈ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കലാത്തിയാണ്. സിംഗിൾ ഷൂട്ട് പ്ലാന്റാണ് 30 റുപ്പീസിന് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു അത്യാവശ്യം ഒരു ഹൈറ്റും ഒക്കെയുള്ള പ്ലാന്റ്സാണ്. തീരെ കുഞ്ഞ് പ്ലാന്റ് ആയിരിക്കില്ല.